ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ടൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊന്ന് തുടങ്ങിയ ഒരു ദിവസമായിരുന്നു. എണീറ്റ് വന്നപ്പോൾ തന്നെ മുത്തമടിയായിരുന്നു. അതുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുകയാണ്. വലിയ വലിയ അബദ്ധങ്ങളാണ് സംഭവിച്ചത്. വലിയ അബദ്ധം, ഇതുവരെ പറ്റാത്ത ഒരു അബദ്ധം. അപ്പോൾ അബദ്ധം അതിലേക്ക് പോവാട്ടോ. ഞാൻ അച്ചയുടെ നാളികേരം ശരിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നാളികേരമൊക്കെ ഞാൻ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിലേക്ക് അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റി വെച്ചില്ലെങ്കിൽ അതൊരു വളിപ്പ് മണം, ഒരു കേടാവും പെട്ടെന്ന് നാളികേരം. എൻ്റെ തല ഇവിടെ പകുതിയുള്ളൂ അല്ലേ. അതെന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു മൂഡിലാണ് ഞാൻ ഇങ്ങനെ നടക്കണത്. കാരണം എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. നല്ല പണിത്തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. ഒട്ടും വയ്യാണ്ടാണ് ഞാൻ ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ പഴയതെന്ന് വെച്ചാൽ മുൻപ് ചെരുകി വെച്ച നാളികേരത്തിൻ്റെ ഒരു കുറച്ചുണ്ടായിരുന്നു, അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന് ശേഷം നാളികേരത്തിൻ്റെ കുറച്ച് തണ്ടുകളൊക്കെ ഉണ്ട്, അതെങ്ങോട്ട് മാറ്റി വയ്ക്കണം എന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ഇതിലേക്ക് തന്നെ ചെത്തിയിടാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമുക്കതൊക്കെ അങ്ങ് എന്താ ചെയ്യേണ്ടതെന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നാളികേരത്തിൻ്റെ തരിയിടാം. അപ്പോൾ തരിയിടാൻ നോക്കിയപ്പോൾ പയറുപ്പേരി വെക്കണമെന്നുണ്ടായിരുന്നു. പയറുപ്പേരി നന്നാക്കി ഇത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളികേരത്തിൻ്റെ ഈ കാമ്പൊന്നും കളയാൻ എനിക്ക് തോന്നണില്ല. അല്ലാതെ തന്നെ ഒരുപാട് നാളികേരം ഇവിടെ വേസ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെത്തി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒന്ന് കറക്കി കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം ഒന്ന് പൊടിഞ്ഞ് കഴിഞ്ഞു. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് എല്ലാം അരഞ്ഞു കിട്ടുമല്ലോ. അതൊക്കെയായിരുന്നു എൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ അങ്ങനെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് എൻ്റെ കത്തിയും എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വേണം പറയാണ്ടത്. ഇപ്പോഴും ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തോ ഒരു മന്നപ്പ്, ഒരു സുഖമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് കുക്കറിലാണ് ഉള്ളിയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എളുപ്പത്തിന് അടക്കി നിൽക്കാനുള്ള ആരോഗ്യസ്ഥിതി എനിക്കില്ലായിരുന്നത് കൊണ്ടാണ് കേട്ടോ. എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതകളുണ്ട്. അപ്പം അങ്ങനെ ലേശം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞ് ഇട്ടു. അപ്പോൾ ഇനി അതൊന്നും അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. 2-3 തിളച്ച പുളിയൊന്ന് നന്നായി വെന്ത് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക സ്വാദായിരിക്കും. ഏത് കറിയായാലും പുളി വേണം. അതിന് ശേഷം പുളി നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ നാളികേരം അരച്ചു കൊണ്ടുവന്നു. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചു കൊണ്ടുവന്നിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സാക്കി ഒഴിച്ചങ്ങ് കൊടുക്കുക. അപ്പം എന്നിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ അതൊക്കെ നല്ലപോലെ കലങ്ങിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി അത് അവിടെ ഇരുന്ന് തിളക്കട്ടേന്ന്. തിളയ്ക്കാൻ തന്നെ എന്നാൽ തീ പോലും കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും എന്താ തിളയ്ക്കാത്തേ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കുറേ പണികളെടുത്ത് ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു മൂഡ് ഓഫ് വരും. നമ്മളിങ്ങനെ ഒരു റോബോട്ടൊന്നുമല്ലല്ലോ, മനുഷ്യരല്ലേ, റോബോട്ടൊന്നുമല്ലല്ലോ. നമ്മളിവിടുന്ന് എല്ലാവർക്കും തോന്നും നമ്മൾ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്നൊരു ഭൂതമാണ് വീട്ടമ്മമാരെന്ന്. പക്ഷെ അല്ല, നമ്മൾ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂതമൊന്നുമല്ല. നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ അസ്വസ്ഥതകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇന്ന് കടന്നു പോകണത് കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാമറ എവിടെ വെക്കണമെന്നുണ്ടായിരുന്നില്ല. ഇനി അതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ അബദ്ധം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ചോറ് അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിസിലും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല, ചോറ് അടിയിൽ പിടിച്ചു, പുകമണം വന്നു. അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം പുകമണം വന്നത്, പുക വരുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു തന്നാൽ, പുകമണം ആ പുക പിടിച്ചത് അല്ലെങ്കിൽ അടി പിടിച്ച് കുക്കർ കേടായ സംഭവം നിങ്ങൾ കാണിച്ചു തന്നാൽ ആ ചോറിന്ന് ഇന്ന് ആരും കഴിക്കില്ല. എൻ്റെ ചേട്ടൻ കഴിക്കില്ല. സ്മെല്ല് വന്നില്ല. ഭാഗ്യത്തിന് ചേട്ടന് സ്മെല്ല് വന്നില്ല. ചോറ് തുറക്കുമ്പോൾ ഞാൻ നല്ലപോലെ വാഷ് ചെയ്തു. ആദ്യം നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് അടിഭാഗം എടുത്തില്ല, കുറച്ച് ഭാഗം എടുത്ത് കഴിച്ച് ചോറ് വയ്ക്കാനുള്ള സമയമില്ല. അപ്പോഴേക്ക് സമയമായി, ചേട്ടന് പോവാനുള്ള സമയമായി. അപ്പോൾ നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് ചോറങ്ങ് കഴുകി പരമാവധി സ്മെല്ല് കളഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ചേട്ടൻ പറയട്ടെ എന്ന് വിചാരിച്ചു, എന്തെങ്കിലും സ്മെല്ലുണ്ടെങ്കിൽ പറയട്ടെ.
ഞാനിന്ന് അറിഞ്ഞില്ല. എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റണേന്ന് എനിക്ക് അറിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് ഇരിക്കുന്നത്. രാവിലെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, രാവിലെ ഏട്ടനെ കഞ്ഞി എന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ നമുക്ക് ദോശ കഴിച്ചാൽ മതി പറഞ്ഞപ്പോൾ ഞാൻ ദോശയാണ് എങ്ങനെയൊക്കെ മുട്ടക്കറിയാണല്ലോ, മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കണം എന്നോ എനിക്കൊരു എത്തും പിടിയില്ല. അപ്പം ഞാൻ കടുക് പൊട്ടിച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ, അതായത് കൂട്ടാൻ കാച്ചാണ്, മറ്റേ നാളികേരൊക്കെ ഇട്ടത് തിളച്ചുല്ലോ. അപ്പം ഇനി കുറച്ച് കൂട്ടാൻ കാച്ചി എടുക്കാന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇട്ടു. ഈ മുളക് പൊടി എന്തായെന്ന് വെച്ചാൽ മുളക് പൊടി ചെറുതായിട്ടൊന്ന് മൂത്തുപോയി, അധികം മൂക്കാൻ പാടില്ല, ഉപ്പേരി കാച്ചുന്ന പരുവത്തിലായിപ്പോയി. അതും എനിക്ക് ആകെ കൂടി കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വരത്തിച്ചു. എനിക്ക് അറിയണില്ല, കുറേശ്ശെയാണ് നമ്മൾ കൂട്ടാൻ ഇങ്ങനെ ഒഴിക്കാൻ പാടില്ല ഒക്കെ അങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് ഇന്നത്തെ ദിവസം എന്താണ് ഞാൻ ചെയ്തു കൂട്ടണേന്ന് എനിക്ക് തന്നെ ഒരു എത്തും പിടിയില്ലാണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കോലം, എൻ്റെ രൂപം, എൻ്റെ ഭാവം ഒക്കെ വ്യത്യസ്തമായിരുന്നു. ഒരു പ്രശ്നങ്ങളുമില്ല. എന്നാൽ നമുക്ക് ഹസ്ബൻഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞത് വഴക്കുണ്ടായാലും ഒന്നുമല്ല. ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ശരിയല്ല എന്ന് എനിക്ക് തന്നെ ബോധം വന്നു. എന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു മിസ്സിങ്, എന്തോ സംതിങ് റോങ് ആണ് എന്നുള്ളൊരു ബോധം അതുണ്ടായിരുന്നു. എനിക്ക് ഒരു അസ്വസ്ഥത, പണികളിങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ വേല വരുന്നത് കൊണ്ടോ അങ്ങനെ അപ്പം ചെയ്തൂടെ എന്നൊക്കെ നമുക്ക് മുൻപേ ചെയ്തു തുടങ്ങിയ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ എന്നും ചെയ്യുന്നതാണ് നമ്മൾ എപ്പോഴും എന്നും ഇതേപോലെ പണിയെടുക്കാറില്ല. നമ്മളെപ്പോഴും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും കുറച്ച് പണി. ചെയ്യാതിരുന്നെങ്കിൽ നമ്മൾ മാറാലേക്ക് അടിച്ച് നമ്മുടെ ഉപ്പാട് ഇളകി പോകും. അതേപോലെയാണ് പൊടിയും പടലവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ടാണ് പൊടിപടലങ്ങൾ വരുന്നത്, ഒരു നിമിഷം കൊണ്ടാണ് കാര്യങ്ങൾ. അപ്പോൾ ബൈ ദ വൈ ചോറ് പുകമണം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഒരു വിധത്തിൽ പുകയില്ലാത്ത മണമാക്കിയിട്ട് ഒരു ലെവലൊക്കെ അങ്ങോട്ട് ചോറ് കൊടുത്തു വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചേട്ടൻ എന്നെ വഴക്ക് പറയും. ചേട്ടൻ അറിഞ്ഞിട്ടില്ല ഞാൻ ആ ചോറിൽ എങ്ങനെ അടി പിടിച്ചു എന്നോ കുക്കർ കേടായി പോയെന്നോ ഒന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ അത് കഴുകിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ. എന്നിട്ട് മുട്ട പുഴുങ്ങി ഇതൊക്കെ ഈ കൂട്ടാനൊന്ന് നന്നായി തിളച്ചപ്പോൾ കുറുകിയപ്പോൾ ഞാൻ കൂട്ടാൻ മുട്ടയൊക്കെ പുഴുങ്ങി ഇത് 2 പീസാക്കി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണെന്നൊക്കെ വിചാരിച്ചിട്ട് ആ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പോലുമില്ല. അതിനെ പെട്ടെന്ന് തന്നെ ഏട്ടന് കുറച്ച് ദോശ ഉണ്ടാക്കി കൊടുത്ത് ഏട്ടനെ അങ്ങ് പറഞ്ഞു വിടാൻ വിചാരിച്ചു. രാവിലെ തന്നെ ഈ പുകമണ്ണുള്ള കഞ്ഞി കുടിക്കണ്ടല്ലോ. അപ്പോൾ ചോറ് മോശമാണെന്നും കണ്ടെങ്കിൽ തന്നെ ചേട്ടൻ പുറത്തുനിന്ന് കഴിച്ചോളും. അപ്പം എന്താ അബദ്ധം പറ്റിയെന്ന് എന്തെങ്കിലും ചോദിക്കും. അപ്പം ഞങ്ങൾക്ക് പറയാലോ. അല്ലെങ്കിൽ മുൻകൂട്ടി പറയുമ്പോൾ ഒന്നുമില്ലാത്ത ഈ ചോറ് മൊത്തം കളയാൻ 2 ഗ്ലാസ് അരി എടുത്തതാണെന്ന് ഫുള്ള് ചോറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 2 ഗ്ലാസ് അരി മൊത്തം കളയേണ്ടി വരും. എനിക്ക് അതങ്ങനെ കളയാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. എനിക്ക് അറിയണില്ല ഞാൻ എന്താണ് എനിക്ക് ഉണ്ടായത്. എന്നെ അറിയാണ്ട് പോയി, അത്രയേ ഉള്ളൂ. എനിക്കറിയാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ മുട്ടക്കറി എന്ന് ചോദിച്ചു. രാവിലെ ഏട്ടൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അങ്ങനെ കറികളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്ന ഒരാളൊന്നല്ല. പക്ഷെ ഈ ചോറിൽ പുകമണം വന്നിട്ട് പുക മണം ഇല്ലാതെ ആക്കി വെച്ചിട്ടുണ്ട്. സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ. ഇനി ഒന്നും പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.